रहा है हिस्सा हमारा, वो नीचे गिरा। भैया मुझे लेके जाओ, ओडिशा पूर लेके जाओ। एक പട്ന എക്സ്പ്രസ്, എറണാകുളം പട്ന എക്സ്പ്രസ് കടന്നുപോയതിനു ശേഷം ഏകദേശം ഷൊർണൂർ എത്തുന്ന സമയത്താണ് നമുക്ക് ഒരു വിവരം തരുന്നത്. കൺട്രോൾ റൂമിൽ നിന്ന് ഇങ്ങനെ ടി തള്ളിയിട്ടു എന്നുള്ള വിവരം ഉടനെ തന്നെ നമ്മൾ ഇവിടുത്തെ ലോക്കൽ പോലീസ്, മെഡിക്കൽ കോളേജ് പോലീസിനെ, വ്യൂർ പോലീസിനെ അറിയിക്കുകയും മെഡിക്കൽ കോളേജ് പോലീസാണ് ഉടനെ സ്പോട്ടിലെത്തിയത്. തുടർന്ന് നമ്മളും ഇവിടെ സ്പോട്ടിലെത്തി. അപ്പോൾ കാണപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ആണ് ഈ ട്രാക്കിലുള്ളത്. അതായത് ട്രെയിനിലുണ്ടായ ടിക്കറ്റ് ചെക്കിങ്ങിനിടെയുണ്ടായ പ്രകോപനമാണ് പ്രതി ടി തള്ളിയിടാൻ ഉണ്ടായതെന്ന് മറ്റുള്ള ഹോസ്റ്റലിലെ ടി ടി പറഞ്ഞായി അറിയുന്നുണ്ട്. ശരീരം ഇപ്പോൾ സ്കാറ്റേഡ് ആയിട്ടാണുള്ളത്. കാര്യങ്ങളും മറ്റൊക്കെ ആ ഒരു സമയത്ത് വേറെ ട്രെയിനിൽ പോയിട്ടുണ്ടോ? ആ ട്രെയിൻ വേറെ ട്രെയിനുകൾ പോയിട്ടുണ്ട്. 2 ലൈനിലും ട്രെയിനുകൾ പോയിട്ടുണ്ട്. MS ലിഷോയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലിഷോയ്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഈ സമയത്ത്, ഈ ഒരു തർക്കം നടക്കുന്ന സമയത്ത്, ഈ തള്ളിയിടലിലേക്കൊക്കെ എത്തുന്നതിന് മുൻപേ ഒരു തരത്തിലും ഒരാളും തടയാനൊന്നും ശ്രമിച്ചില്ലേ ലിഷോയ്? അങ്ങനെ ആരും ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഏറ്റവും ദാരുണമായൊരു കാര്യമെന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാം ഞെട്ടലോടുകൂടിയാണ് ഈ ഒരു വാർത്ത അറിയുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളത് പലപ്പോഴും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അതായത് പാട്ന എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ വൈകുന്നേരം 5 മണിയോടുകൂടി എറണാകുളം സൗത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനാണ്. ഈ ട്രെയിനിൽ സ്ഥിരമായി ഏറ്റവും അധികം അതിഥി തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഉണ്ടാകാറുള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ സ്ലീപ്പർ കോച്ചിലും മറ്റും റിസർവേഷൻ ഇല്ലാതെ തന്നെ കയറി പോകുന്നൊരു ട്രെയിനാണ്. പലപ്പോഴും ഈ TTമാരുടെ ഭാഗത്തു നിന്നും ഈ ഒരു ട്രെയിനിൽ ഈ ഇതര സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികൾ മതിയായ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നതിനെതിരെ ശക്തമായ നടപടി അല്ലെങ്കിൽ ഇത് പറയാറുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും നമ്മൾ പല TTമാരുമായി സംസാരിച്ചപ്പോൾ തന്നെ പറയുന്നത്, പലതവണ ഈ പാട്ന എക്സ്പ്രസ്സുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതികൾ പറഞ്ഞിട്ടുണ്ട്. ആ പരാതികൾ പറഞ്ഞപ്പോഴൊന്നും തന്നെ ഇത്തരത്തിൽ കൃത്യമായൊരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ ഒരു സംഭവത്തിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. ഇത് ഇന്ന് വൈകിട്ട് 7:30 ഈ ഒരു സ്ഥലത്ത് വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏകദേശം 7 മണിയോടുകൂടിയാണ്, 6:45 ഈ പാട്ന എക്സ്പ്രസ് തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് എത്തി. തൃശ്ശൂരിൽ നിന്നും വടക്കാഞ്ചേരിക്കും മധ്യയാണ് ഈ വളപ്പായ എന്ന് പറയുന്ന സ്ഥലം. ഈ വളപ്പായയിൽ വെച്ചാണ്, ഈ വളപ്പായ പാലത്തിനടിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ടിക്കറ്റ് ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടായൊരു തർക്കം, ആ തർക്കം പിന്നീട് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അത് പാലക്കാട് നിന്ന് വരുന്ന ദൃശ്യങ്ങളാണ്. പാലക്കാട് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. പ്രതിയെ പിടികൂടിയിട്ടുണ്ട്, പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഒഡീഷ സ്വദേശിയാണ്. TT വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നത് ഈ ഒഡീഷ സ്വദേശിയായ രജനീകാന്താണ്. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ലിഷോയ്, തുടർന്നോളൂ. അതായത് ഈ വളപ്പായ പാലത്തിനടിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ട്രെയിനിൽ ഉണ്ടാകുന്ന തർക്കം പിന്നീട് ഈ വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്നു. ഈ തള്ളിയിട്ട സമയത്ത് മറ്റൊരു ട്രാക്കിലേക്ക്, അതായത് തൃശ്ശൂർ ഭാഗത്തേക്ക്, ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്ന ട്രാക്കിലേക്കാണ് അദ്ദേഹം വീണത്. ആ വീണ ആഘാതത്തിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ എഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അതിനോടൊപ്പം തന്നെ മറ്റു എതിർദിശയിൽ നിന്ന് മറ്റു ട്രെയിനുകളും ഇവിടേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് RPF ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. മൃതദേഹം ചിന്നിച്ചിതറിയ നിലയിലാണ്. അതായത് പല ഭാഗങ്ങൾ പല ഇടങ്ങളിലായാണ് കിടന്നിരുന്നത്. അതായത് ഏകദേശം ഒരു 20-30 മീറ്റർ മാറിയാണ് അദ്ദേഹത്തിൻ്റെ കാലുകൾ കിടന്നിരുന്നത്. കൂടാതെ മറ്റ് ശരീരഭാഗങ്ങളും പല ഇടങ്ങളിലായാണ് കിടന്നിരുന്നത്. അതുകൊണ്ടാണ് RPF ഉദ്യോഗസ്ഥർ ഒരു സംശയം പറയുന്നത്, മറ്റൊരു ട്രെയിൻ ഈ ഒരു സംഭവത്തിന് ശേഷം മറ്റൊരു ട്രെയിൻ വിനോദിൻ്റെ ദേഹത്തുകൂടി കയറിയതാകാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് RPF ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം ഈ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പിന്നീട് ഇവിടെ നിന്നും ഈ പറയുന്ന TT അദ്ദേഹത്തിന് ജോലി ചെയ്യുകയായിരുന്നു. എത്രത്തോളം വലിയൊരു ക്രൂരതയാണെന്ന് നോക്കൂ. പാലക്കാട് നിന്ന് VS ഗോകുൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഈ കാണുന്ന ഒഡീഷ സ്വദേശി എന്താണ് ചോദിക്കുന്നത്? ഇപ്പോൾ ഒഡീഷ അദ്ദേഹത്തെ എന്താണ് പോലീസ് പറയുന്നത്? അലിഷ,
അതായത് ആര്യ, രജനീകാന്ത് മദ്യലഹരിയിലായിരുന്നു, അങ്ങനെ വലിയ ലഹരിയിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം ട്രെയിനിൽ വച്ച് തന്നെ ഇവിടുത്തെ പാലക്കാട്ട് RPF-ലെ ഉദ്യോഗസ്ഥർ രജനീകാന്തിനെ ട്രെയിനിൽ നിന്ന് തന്നെ പിടികൂടുകയായിരുന്നു. അതിനുശേഷം ഇവിടെയുള്ള നടപടികൾക്ക് ശേഷം ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്, തൃശൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് ടിക്കറ്റ് ചോദിച്ചതിലുള്ള തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇങ്ങനെ ഉണ്ടായത്. വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഒരു ചെറിയ തർക്കത്തെ തുടർന്ന് ഇത്ര വലിയൊരു സംഭവം, ഒരു കൊലപാതകത്തിലേക്ക് അത് കലാശിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് തൃശ്ശൂരിലേക്ക് പോലീസ് വാഹനം നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും വളരെ വിഷമകരമായ ഒരു സംഭവം. ഒരു TT ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ ജോലി നിർവഹിക്കുന്നതിനിടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ലഹരിക്കടിമയായിരുന്നു രജനീകാന്ത്. അങ്ങനെ ലഹരി ഉപയോഗിച്ചിരുന്നു, അമിതമായ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമികമായ ചോദ്യം ചെയ്യലാണ് നടത്തിയത്. അതിലൂടെ മനസ്സിലായത് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ തന്നെ മദ്യലഹരിയിലായിരുന്നു രജനീകാന്ത്. അതിനുശേഷം ഈ മദ്യലഹരിയിൽ TT ടിക്കറ്റ് ചോദിക്കുന്നു. എന്നാൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഈ ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട്, ടിക്കറ്റ് ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞപ്പോൾ TT ഫൈൻ ചോദിച്ചു, ഫൈൻ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ ഫൈൻ അടയ്ക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കാൻ തയ്യാറായില്ല രജനീകാന്ത്. അതിനെ തുടർന്ന് വിനോദും രജനീകാന്തും തമ്മിൽ തർക്കമുണ്ടാകുന്നു. ഇതിനെ തുടർന്നാണ് തള്ളിയത്. നമുക്ക് ആ വീഡിയോയിൽ, ദൃശ്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് തന്നെ 2 തവണ ഇങ്ങനെ തള്ളി. അതിനുശേഷം തള്ളി എന്നുള്ളത് ആ പിടിക്കുമ്പോൾ, അതായത് നമ്മൾ കാണുന്ന ദൃശ്യത്തിൽ ഒരെണ്ണം ട്രെയിനിൽ അകത്തു വച്ച് ചിത്രീകരിച്ച ഒരു ദൃശ്യം രജനീകാന്തിനെ RPF ഉദ്യോഗസ്ഥർ പിടികൂടുമ്പോൾ ചിത്രീകരിച്ചതാണ്. അതിൽ പറയുന്നത് 3 തവണ തള്ളി എന്ന് പറയുന്നുണ്ട്. അത് രജനീകാന്തിനെ തള്ളിയെന്നാണോ അതോ രജനീകാന്ത് തള്ളിയെന്നാണോ എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും അദ്ദേഹം മദ്യലഹരിയിലാണ്. അദ്ദേഹത്തിന്റെ കാലിന് ചെറിയ പരിക്കുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത്. ഏതായാലും ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നതിനിടെ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നേരിടുന്നു എന്നുള്ളത് വളരെ വിഷമകരമായ കാര്യമാണ്. ഏതായാലും ഇപ്പോൾ രജനീകാന്തുമായുള്ള പോലീസ് വാഹനം ഇപ്പോൾ തൃശ്ശൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. ബാക്കി ഈ കേസിന്റെ നടപടികളും അന്വേഷണവും ഒക്കെ തന്നെ തൃശ്ശൂരായിരിക്കും ഉണ്ടാവുക. ശരി, എന്തായാലും വളരെ വളരെ ദാരുണമായ ഒരു സംഭവമാണ്. സ്വന്തം ജോലി ചെയ്യുകയായിരുന്നു വിനോദ്. അപ്പം അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഈ TT വിനോദ് എറണാകുളത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്.